സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷ്മതയോടുകൂടി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് സ്വന്തം തമറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ പേരിൽ വസിയത്ത് നൽകുന്നു. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അതിനും അപ്പുറത്ത് പഠിപ്പിക്കപ്പെടുന്നവർക്ക്, നല്ലത് പഠിപ്പിക്കപ്പെടുന്ന ആളുകൾക്കെല്ലാം അധ്യാപകന്മാർക്ക് പരിശുദ്ധ ഇസ്ലാം വളരെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അല്ലെങ്കിൽ അവരുടെ പഠനകാലവും പഠിപ്പിച്ച അധ്യാപകന്മാരും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയതും അവന്റെ ജീവിതത്തിൽ വളരെ വലിയ ആഴത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കുന്നതുമാണ്. പ്രീ പ്രൈമറി ക്ലാസ് മുതൽ യൂണിവേഴ്സിറ്റി തലം വരെ നമ്മെ പഠിപ്പിച്ച അധ്യാപകന്മാരിൽ പലരെയും നമുക്ക് ഓർമ്മയുണ്ട്. കാലചക്രം ഒരുപാട് മുന്നോട്ട് പോയിട്ടും നാം ജീവിതത്തിന്റെ ഏതേത് മേഖലകളിൽ എത്തിയാലും നമ്മെ പഠിപ്പിച്ച അധ്യാപകന്മാരെ നല്ല ചിന്തയോടുകൂടി, നല്ല മനസ്സോടുകൂടി നാം ഓർക്കുകയും മനസ്സിൽ അവരുടെ പേരുകൾ കോറിയിടുകയും ചെയ്യാറുണ്ട്. അതിനു കാരണം നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിതത്തെ ഏറെ സ്വാധീനം ചെലുത്തിയവരാണ് നമ്മെ പഠിപ്പിച്ചവരായ നമ്മുടെ അധ്യാപകന്മാർ എന്നർത്ഥം. എല്ലാ ദർശനങ്ങളും പരിശുദ്ധ ഖുർആനടക്കം മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളെല്ലാം പരിശോധിച്ചാൽ ഈ അധ്യാപകന്മാർക്ക് വളരെ വലിയ പ്രാധാന്യം ഇതര മതവേദഗ്രന്ഥങ്ങളടക്കം നൽകുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്ന് സമകാലികമായി ഓരോ അധ്യാപകനും അവന്റെ ജീവിതത്തിൽ സ്വഭാവപരമായി, സാംസ്കാരികപരമായി ഉണ്ടാവേണ്ടുന്ന നന്മകളെ അതിനെ തുലനം ചെയ്യുകയും അതിൽ വിശദീകരണം നടത്തുകയും അത് ഉയർത്താൻ വേണ്ടുന്ന ഭൗതികമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലടക്കം വിദ്യാഭ്യാസ മേഖലകളിലടക്കം ഇന്ന് സജീവമായി അതിന്റെ ക്യാമ്പയിനുകൾ നടക്കുന്ന ഒരു സമകാലിക അന്തരീക്ഷത്തിലാണ് നാം ഉള്ളത്. ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രവേശന കവാടത്തിൽ കുത്തിവെക്കപ്പെട്ട ഒരു വാചകം, ഒരു ഡോക്ടർക്ക് എന്തെങ്കിലും പിഴവ് വന്നാൽ അവിടെ മരണപ്പെടുക ഒരു രോഗിയാണ്. അതുപോലെ തന്നെ ഒരു എഞ്ചിനീയർക്ക് വല്ല പിഴവും സംഭവിച്ചാൽ ഒരു പാലമോ കെട്ടിടമോ ആണ് തകർന്നു വീഴുക. ഒരു അധ്യാപകൻ എന്തെങ്കിലും വീഴ്ച വന്നാൽ അവിടെ തകരുന്നത്, അവിടെ തളർന്നു പോകുന്നത് ഒരു തലമുറ മുഴുവനാണ് എന്ന ഏറെ അർത്ഥഗർഭമുള്ള ഒരു വാചകം ലോകത്തറിയപ്പെട്ട വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ പ്രവേശന കവാടത്തിലടക്കം ആലേപനം ചെയ്യുന്നത് ഇന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ മേഖല വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ടതാണ്. സാമൂഹികമായി എല്ലാവരും ആ വിഷയത്തിൽ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട മേഖലയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഒക്ടോബർ 5, നമ്മൾ ഒക്ടോബർ മാസത്തിലാണുള്ളത്, ഒക്ടോബർ 5 ലോകത്തെ മൊത്തം അധ്യാപകന്മാരുടെ ദിനമായും 1964 മുതൽ ഇന്ത്യയിൽ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായും ആചരിച്ചു വരികയാണ്. ഒക്ടോബർ മാസത്തിൽ ഒരു അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന, കഥകൾ നമ്മൾ കേൾക്കുന്ന, അതിന്റെ വിശദീകരണം നമ്മൾ കേൾക്കുന്ന ഇതേ സന്ദർഭത്തിൽ തന്നെ നമ്മുടെ നാടിന്റെ വ്യത്യസ്ത മേഖലകളിൽ അതേ അധ്യാപകന്മാർ മുഖേന പീഡിപ്പിക്കപ്പെടുന്ന, ക്രൂശിക്കപ്പെടുന്ന, മാനസികമായി വലിയ സമ്മർദ്ദത്തിലേക്ക് പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളെ കൂപ്പുകുത്തി വീഴുന്ന അവസ്ഥകൾ, അവരുടെ പെരുമാറ്റങ്ങളും നമ്മൾ കേൾക്കുന്ന, കാണുന്ന ഒരു സമകാലിക അന്തരീക്ഷത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മുടെ നാടുകളിൽ നിന്ന്, കൊച്ചിയിൽ നിന്ന് സെന്റ് റീത്താസ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തിൽ നിന്ന് വർഷങ്ങളോളം പാരമ്പര്യമുണ്ട് എന്ന് പറയുന്ന ഒരു സ്കൂളിൽ ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ അവരുടെ ഹിജാബിനെ ചോദ്യം ചെയ്ത് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക്, കൂടെ ആ ക്ലാസ്സിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മുസ്ലിമായ പെൺകുട്ടി ധരിക്കുന്ന ഹിജാബ് അത് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇനി ഹിജാബ് ധരിച്ചുകൊണ്ട്, തട്ടം ധരിച്ചുകൊണ്ട് ക്ലാസ്സിൽ വരാൻ പാടില്ല എന്ന പുതിയ ഉപാധികൾ മുന്നോട്ട് വെച്ച് മതപരമായി കുട്ടികളെ വേർതിരിച്ച് ഇത് പറയുന്നത് ഇതേ രൂപത്തിൽ കന്യാസ്ത്രീയായ തട്ടം ധരിച്ച ഒരു സ്ത്രീയാണ്, ആ തട്ടത്തിന്റെ അതേ ദൂഷ്യഫലങ്ങൾ വന്ന് വിശദീകരിക്കുന്നു എന്നത് അതിലെ വേറൊരു വിഷയം, നമ്മൾ മറ്റൊരു വിഷയമായി ചർച്ച ചെയ്യേണ്ടതാണ്. ആ കുട്ടി വർഷങ്ങളോളം പഠിച്ച ആ ക്യാമ്പസിൽ ഏറെ പ്രതീക്ഷയോടുകൂടി വിദ്യാഭ്യാസിക്കാനായി ക്യാമ്പസിലേക്ക്, ആ സ്കൂളിലേക്ക് കടന്നു വന്ന കുട്ടി
ഈ മതത്തിന്റെ വിഷയത്തിൽ ഇതിന്റെ വേർതിരിവ് അവിടെ കാണിക്കുകയും മാനേജ്മെന്റ് അടക്കം അതിൽ ഇടപെടുകയും എല്ലാ കുട്ടികളും പഠിക്കുന്ന രൂപത്തിൽ അഥവാ മറ്റു കുട്ടികളെ പോലെ ഒരു മതചിഹ്നവും അവന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇല്ലാതെ അവൻ പഠിച്ചുകൊള്ളണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ കുട്ടിക്ക് മാനസികമായി വലിയ സമ്മർദ്ദം ഉണ്ടാവുകയും എന്നിട്ട് TC വാങ്ങി ആ കുട്ടി ആ സ്കൂളിൽ നിന്ന് പോയി എന്ന വാർത്തയാണ് അവസാനമായി കേൾക്കാൻ കഴിഞ്ഞത്. പല രൂപത്തിലുള്ള വിശദീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ പലപ്പോഴും ഒരു സ്കൂൾ മുസ്ലിം മാനേജ്മെന്റിന്റെ സ്കൂളിൽ ശബരിമലയുടെ സമയത്ത് പ്രത്യേക വസ്ത്രം ധരിച്ച് ഹൈന്ദവ കുട്ടികൾ ഇവിടെ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, കുരിശുള്ള കൊന്ത ധരിച്ച് സ്കൂളിലേക്ക് കുട്ടികൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ചന്ദനക്കുറി തൊടാൻ ഒരു അമുസ്ലിം കുട്ടി പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കോലാഹലങ്ങളെ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നാൽ ഇതിൽ നിന്നെല്ലാം അഥവാ പൊതുവെ മൊത്തമായി ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള മതമനുസരിച്ച് ജീവിക്കാനും ആ മതചിഹ്നങ്ങളെ ജീവിതത്തിൽ ചേർത്തു വെക്കാനും അത് ആ വ്യക്തിയുടെ മൗലികാവകാശമാണ് എന്ന് ഇന്ത്യൻ ഭരണഘടന പോലും അനുവാദം നൽകിയ ഒരു വിഷയത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൽ ഇടപെടുകയും മതത്തിന്റെ വിഷയത്തിൽ കുട്ടികളെ വേർതിരിച്ചിരിക്കുകയും ആ രൂപത്തിൽ വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ഉത്തർപ്രദേശിലെ മുസഫർ നഗറിൽ ഒരു അധ്യാപകൻ മുസ്ലിം പേരുണ്ടായതിന്റെ പേരിൽ ഒരു കുട്ടിയോട് മതത്തിന്റെ വിഷയത്തിൽ വേർതിരിച്ച് അവനോട് പെരുമാറിയ വാർത്തകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇതേ സന്ദർഭത്തിൽ തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ പാലക്കാട് ജില്ലയിൽ ഒരു കുട്ടിയെ അർജുൻ എന്ന് പറയുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് അധ്യാപിക മോശമായി പെരുമാറുകയും പല വിഷയങ്ങളും പറഞ്ഞു എന്നതിന്റെ പേരിൽ ആ കുട്ടി ഒരു മുടൻ കയറിൽ തന്റെ ജീവിതം തീർക്കുകയാണ്, തൂങ്ങി മരിക്കുകയാണ്. ഇത്തരം വാർത്താവിശേഷങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം യഥാർത്ഥത്തിൽ അധ്യാപകന്മാരെ സംബന്ധിച്ചിടത്തോളം, ഒരു വിഷയം പഠിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എത്രത്തോളം ആ മേഖലയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും തന്റെ സഹപാഠികളെ എങ്ങനെയെല്ലാം തന്റെ കൂടെ പഠിക്കുന്ന തന്റെ വിദ്യാർത്ഥികളെ എങ്ങനെ ചേർത്ത് നിർത്തണമെന്ന വിഷയത്തിൽ ശക്തമായ നിർദ്ദേശം നൽകുന്ന ഒരു പരിഭാവനമായ ആദർശത്തിന്റെ വക്താക്കളാണ് ഈ ഉമ്മത്ത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് മനുഷ്യരുടെ പിതാവായി ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സൃഷ്ടിച്ചു. ആ സൃഷ്ടിപ്പിനെ കുറിച്ചെല്ലാം ഹദീസിന്റെ താളുകളിൽ വിശാലമായ പരാമർശം കാണാം. ലോകത്തിന്റെ ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത കളറുകളിലുള്ള, വ്യത്യസ്ത നിറമുള്ള, വ്യത്യസ്ത രുചിയുള്ള, വ്യത്യസ്ത സ്വഭാവമുള്ള മണ്ണിനെ പല സ്ഥലത്തു നിന്നും കൊണ്ടുവന്ന് അതിൽ നിന്ന് ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ആദം നബിയെ അല്ലാഹു സൃഷ്ടിക്കുമ്പോ മനുഷ്യർക്ക് മുമ്പേ അള്ളാഹു സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾ, അള്ളാഹുവിന്റെ പ്രത്യേക സൃഷ്ടി വിഭാഗമായ വെളിച്ചത്തിനാൽ സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾ അന്ന് ദുനിയാവിലുണ്ട്. അവിടെയാണ് ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ച ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കുറിച്ച് വിശദീകരിച്ചു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വിഷയത്തിന്റെയും ഓരോ സൃഷ്ടിജാലങ്ങളുടെയും പേര് വിവരങ്ങൾ അല്ലാഹു ആദം നബിയെ പഠിപ്പിച്ചു. സുമ്മ അറദഹും അലൽ മലായിക. എന്നിട്ട് മലക്കുകൾക്ക് അഥവാ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ, എല്ലാത്തിന്റെയും പേരുകൾ പഠിപ്പിക്കുകയും എന്നിട്ട് മലക്കുകളുടെ മുമ്പിൽ അത് കാണിക്കപ്പെടുകയും ചെയ്തു. വഖാല അംബിഊനി ബി അസ്മാഇ ഹഉലായി. ഇതിന്റെ പേരുകൾ എന്നിട്ട് ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ആവശ്യപ്പെടുകയാണ്, ആദം ഈ പേരുകൾ നിങ്ങൾ പറയാൻ, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നു. നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ അത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, അവിടെ അധ്യാപനം നടത്തൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഈ പഠിപ്പിക്കപ്പെട്ട വസ്തുക്കളുടെ പേരുകൾ, ആദം നബിക്ക് പഠിപ്പിക്കപ്പെട്ട വസ്തുക്കളുടെ പേരുകൾ, സൃഷ്ടിജാലങ്ങളുടെ പേരുകൾ ഇതേ രൂപത്തിൽ മലക്കുകളുടെ മുമ്പിൽ വെച്ച് അത് അവരോട് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ ഇന്നക അൻതൽ അലീമുൽ ഹകീം, അല്ലാഹുവേ ഇതിന്റെ പേര് വിവരങ്ങൾ ഞങ്ങൾക്കറിയില്ല, ഇത് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ പടച്ച റബ്ബേ നീയാണ് എന്ന് മലക്കളുടെ മറുപടിയാണ്. ആ സന്ദർഭത്തിലാണ് ആദം നബിക്ക് പഠിപ്പിക്കപ്പെട്ട ആ സൃഷ്ടിജാലങ്ങളുടെ പേരുകൾ മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു ആവശ്യപ്പെടുന്നത്. ഖാല യാ ആദമു അംബിഉഹും. തീർച്ചയായും നിന്നെ പഠിപ്പിക്കപ്പെട്ട ആ പേരുകൾ മലക്കുകൾക്ക് നീ പഠിപ്പിച്ചു കൊടുക്കുക. ഫലമ്മ അംബഅഹും ബി അസ്മാഇഹിം. എന്തെല്ലാം പേരുകളാണോ പഠിപ്പിക്കപ്പെട്ടതെല്ലാം പഠിപ്പിക്കുക. അങ്ങനെ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് വിവരങ്ങളെല്ലാം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നതാണ്. ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ് വഅഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. ഖാല അലം അഖുൽ ലക്കും. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലയോ, ഇന്നി അഅലമുൽ ഗൈബ്, തീർച്ചയായും അദൃശ്യമറിയുന്നവൻ. അഥവാ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാരണ
ലോകത്തെ എല്ലാ വിഷയങ്ങളെ കുറിച്ച് അവർക്ക് വിവരമുണ്ട് എന്നതായിരുന്നു. എന്നാൽ ആദം നബിയെ മണ്ണിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മനുഷ്യരുടെ പിതാവിനെ അബുൽ ബശറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും എന്നിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വായിൽ നിന്ന് തന്നെ മലക്കുകളെ പഠിപ്പിക്കുമാർ അവസ്ഥയിൽ അള്ളാഹു അതിനെ കൃത്യമായ രൂപത്തിൽ വിധാനിക്കുകയും ചെയ്തു. എന്നിട്ട് മലക്കുകളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാം അറിയാമെന്ന ഭാവം അള്ളാഹു തകർത്ത് കളയുകയാണ്. ഇന്നി അഅലമു അഅലമുൽ ഗൈബ്, തീർച്ചയായും ഗൈബ് അറിയുന്നവൻ, അദൃശ്യം അറിയുന്നവൻ അത് പടച്ച റബ്ബാണ്. അസ്സമാവാതി വൽ അർള്, ആകാശഭൂമിയെ കുറിച്ച് ഏറ്റവും അറിയുന്നവൻ അല്ലാഹുവാണ്. വഅലമു മാ തുബ്ദൂൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് വെളിവാക്കി തരുന്നവനും അല്ലാഹുവാണ്. വമാ കുൻതും തക്തുമൂൻ, അതുപോലെ തന്നെ നിങ്ങൾ ഒളിച്ചു വെക്കുന്നതെല്ലാം അറിയുന്നതും പടച്ച റബ്ബാണ് എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അറിവുമായി ബന്ധപ്പെട്ട് അതിനെ പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൃത്യമായി മലക്കുകൾക്ക് അധ്യാപനം നടത്തി എന്നർത്ഥം. ഉസ്താദായി, അധ്യാപകനായി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകൾക്ക് ക്ലാസ് എടുത്തു. ക്ലാസ് കഴിഞ്ഞ ശേഷം അല്ലാഹു വീണ്ടും ആവശ്യപ്പെടുന്നു, വഇദ ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം, മലക്കുകളോട് അല്ലാഹു പറഞ്ഞു ഇസ്ജുദൂ ലി ആദം, നിങ്ങളുടെ ഉസ്താദായ അധ്യാപകനായ ആദം നബിക്ക് സുജൂദ് ചെയ്യും. അങ്ങനെ ഫസജദൂ, അള്ളാഹുവിന്റെ ആ കൽപ്പന മാനിച്ചുകൊണ്ട് മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. അബാ വസ്തക്ബർ, അവൻ അഹങ്കാരം കാണിച്ചു. ഇബ്ലീസ് ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട, ശൈത്താന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഇബ്ലീസ് പറഞ്ഞു, ഞാൻ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, ആദം മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ആദമിന് തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യണമോ? ഉസ്താദാണ്, അധ്യാപകനാണ്, അതൊന്നും ഇവിടെ വിഷയമല്ല, എനിക്ക് സുജൂദ് ചെയ്യാൻ പറ്റില്ല, ഞാനാണ് വലിയവൻ, ആദം ചെറുതാൻ, എന്തൊക്കെ ഇൽമുണ്ടെങ്കിലും എന്റെക്കാൾ സൃഷ്ടിയിൽ താഴ്ന്നവനാണോ ആദം, ആദമിന് ഞാൻ സുജൂദ് ചെയ്യൂല എന്നാണ് ഇബ്ലീസ് പറഞ്ഞത്. ആ സന്ദർഭത്തിൽ ഇബ്ലീസിനെ ആ സമയത്താണ് പിടച്ച ആളുകളുടെ കൂട്ടത്തിൽ വകാന മിനൽ കാഫിരീൻ, അങ്ങനെ തന്നെ ഇൽമു പഠിപ്പിക്കപ്പെട്ട അധ്യാപകനെ അവഗണിച്ച കാരണത്താൽ, അഹങ്കാരം നടിച്ച കാരണത്താൽ, അല്ലാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ച കാരണത്താൽ അവൻ കാഫിരീങ്ങളിൽ, അധർമ്മകാരികളിൽ പെട്ടുപോയി എന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. ഇത്ര കൃത്യമായി അല്ലാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടു തന്നെ അധ്യാപനവുമായി ബന്ധപ്പെട്ട് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന, അറിവ് പറഞ്ഞു കൊടുക്കുന്ന ആളുകളുടെ പ്രാധാന്യം പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ തന്നെ നമ്മൾ പഠിപ്പിക്കണം. ഇവിടെ സുജൂദ് ചെയ്യാൻ പറഞ്ഞത് ആരാധനയുടെ സുജൂദല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന മലക്കുകളുടെ ഉസ്താദിന്റെ മുന്നിൽ കീഴ്വണങ്ങി ആദരവർപ്പിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയെ സ്വീകരിച്ചുകൊണ്ടുള്ള സുജൂദ്. ഇനി മലക്കളുടെ സുജൂദ് നമ്മളെ സുജൂദ് പോലെയാണോ അല്ലേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. അള്ളാഹ് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന മലക്കളുടെ ഉസ്താദിനെ, അധ്യാപകനെ ആദരിക്കാൻ പറഞ്ഞു. ആദരിക്കാത്ത കാരണത്താൽ ഇബ്ലീസ് അതിൽ നിന്ന് പിടച്ചുപോയി എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ ഇത്ര കൃത്യമായി പരിശുദ്ധ ഖുർആൻ തന്നെ ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടുന്ന ക്വാളിറ്റിയും അവർക്ക് വിദ്യാർത്ഥികൾ നൽകേണ്ടുന്ന ആദരവും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ തന്നെ ഇസ്ലാം കൃത്യമായ രൂപത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു എന്നർത്ഥം. ഇനി അധ്യാപകൻ എന്ന് പറയുമ്പോൾ അത് പ്രത്യേകമായി ഇത്ര വർഷം കോഴ്സ് കഴിഞ്ഞ ആളുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് സാങ്കേതികമായി അധ്യാപകൻ, ടീച്ചർ എന്നൊക്കെ നമ്മൾ വിളിക്കുക. എന്നാൽ ഇസ്ലാം അങ്ങനെ പ്രത്യേക കോഴ്സ് ആ വിഷയത്തിൽ പഠിപ്പിച്ചില്ല. ഒരു ഇൽമ്, ഒരു അറിവ് നമുക്ക് പകർന്നു തരുന്ന ആളുകളെല്ലാം നമ്മുടെ അധ്യാപകന്മാരാണ്. അവരെ എല്ലാം ബഹുമാനിക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ചു. ഇസ്ലാമിക ലോകത്ത് പിൽക്കാലഘട്ടത്തിൽ വന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ, ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസിദ്ധനായ വലിയ പണ്ഡിതനായ മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി, ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ തന്റെ സഹപാഠികളുടെ കൂടെ, ഇമാം ഷാഫിഈയുടെ റഹ്മത്തുള്ളാഹിയുടെ ഏറെ പ്രസിദ്ധരായ വിദ്യാർത്ഥികളെല്ലാം ഉള്ള ഒരു സദസ്സാണ്. ഇമാം ഷാഫിഈ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഒരു നാടൻ മനുഷ്യൻ, ഒരു തോർത്തും തോളിലിട്ട് ഒരു നാടൻ മനുഷ്യൻ അതിലൂടെ നടന്നു പോവുകയാണ്. ആ മനുഷ്യനെ കണ്ടപ്പോൾ ഇമാം ഷാഫിഈ എഴുന്നേറ്റു, ഇദ്ദേഹത്തെ ആദരിച്ചു, ബഹുമാനിച്ചു. കണ്ടാൽ വളരെ നാടനായ ഒരു മനുഷ്യൻ, ഒരു സാധാരണക്കാരൻ, ഒരു കർഷകൻ. ഈ മനുഷ്യനെ തിരിഞ്ഞു പോയപ്പോ വിദ്യാർത്ഥികൾ ഇമാം ഷാഫിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ്, അദ്ദേഹം ആരാണ്, എന്തിനാണ് ആദരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഇമാം ഷാഫിയുടെ മറുപടി, ഈ പറയുന്ന കർഷകനായ മനുഷ്യനാണ് ഒരു നായ ആണും പെണ്ണും അതെങ്ങനെ മനസ്സിലാവും, അതുപോലെ തന്നെ നായയുടെ ഗർഭകാലം, ഇതൊക്കെ ഇമാം ഷാഫിക്ക് പറഞ്ഞു കൊടുത്തത് ഈ കർഷകനായ മനുഷ്യനാണ്. ആ ഒരു അറിവ്, ഒരു നായയെ കുറിച്ചുള്ള അതിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു അറിവ് പകർന്നു കൊടുത്തു എന്ന കാരണത്താൽ മഹാനായ പണ്ഡിതൻ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി ആ മനുഷ്യനെ ആദരിച്ചു. ഇത് വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തി മഹാനായ പണ്ഡിതവര്യൻ
തന്റെ ശ്രോതാക്കളെ, തന്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ സംസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പരിശുദ്ധ ദീൻ മുന്നോട്ട് വെക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അധ്യാപനം എന്ന് പറഞ്ഞാൽ ആ മേഖലയിലും പാലിക്കേണ്ട, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ പാലിക്കേണ്ട സംയമനവും അതുപോലെ തന്നെ അവരിടപെടേണ്ട രീതികളും ഏറ്റവും നല്ല രൂപത്തിൽ പരിശുദ്ധ ദീൻ നമുക്ക് വിശദീകരിച്ചു തന്നു. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും വാതായനങ്ങളായി അധ്യാപകർ മാറരുത്. തന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെയെല്ലാം ചേർത്ത് വെച്ച് ആത്മാർത്ഥമായി മുന്നോട്ട് പോകുന്നവരാകണം എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഇൽമുമായി ബന്ധപ്പെട്ട്, അറിവുമായി ബന്ധപ്പെട്ട്, അത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ഇമാം ഷാഫിഈ പാടിയത് ലൈസൽ യതീമുൽ ലദീ ഖദ് മാത വാലിദഹു ഇന്നൽ യതീമ യതീമുൽ ഇൽമി വൽ അദബി. ലൈസൽ യതീമുൽ ലദീ, യതീം എന്ന് പറഞ്ഞാൽ അനാഥൻ എന്ന് പറഞ്ഞാൽ ഖദ് മാത വാലിദഹു, ഒരിക്കലും വാപ്പ മരണപ്പെട്ട ഒരു കുട്ടിയെ അല്ല യതീം എന്ന് വിളിക്കേണ്ടത്. ഇന്നൽ യതീമ യതീം, തീർച്ചയായും യതീം എന്ന് പറഞ്ഞാൽ, അനാഥൻ എന്ന് പറഞ്ഞാൽ അൽ ഇൽമി വൽ അദബി, ഇൽമും അദബും ഇല്ലാത്തവനാണ്. ഒരു അധ്യാപകന്റെ കൂടെ ഇരുന്ന് അറിവ് പഠിക്കാത്ത, അദബ് സംസ്കാരം പഠിക്കാത്തവനാണ് യഥാർത്ഥത്തിൽ യതീം, അനാഥൻ എന്ന് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 4ാമത്തെ ഖലീഫയായ അലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ മേഖല എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസികളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അല്ലാഹുവിന്റെ ശ്രേഷ്ഠരായ ഉന്നതരായ അടിമകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي وسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷ്മതയോടുകൂടി പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് നൽകുന്നു. AD 571 ഏറെ പ്രസിദ്ധനായ ഒരു അധ്യാപകൻ 6ാം നൂറ്റാണ്ടിൽ അധ്യാപനം തുടങ്ങി തന്റെ 63ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടും ഈ നൂറ്റാണ്ടിൽ പോലും ലോകത്തെ മുഴുവൻ മനുഷ്യരും അറിയുന്ന, മനസ്സിലാക്കുന്ന, അനുഭവിച്ച ഒരു അധ്യാപകൻ, ശക്തമായ വെളിച്ചത്തിന്റെ മാർഗമായി നമുക്ക് മുമ്പിൽ, ഈ ഉമ്മത്തിന് മുമ്പിൽ പ്രഭയായി നിൽക്കുന്ന ലോകപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ എന്ന് പറയുന്ന മഹാനായ അധ്യാപകന്റെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരിക്കൽ പറഞ്ഞു, ഇന്നി ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറൻ, തീർച്ചയായും ഇന്നി ബുഇസ്തു, എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ പ്രവാചകനാക്കപ്പെട്ടിരിക്കുന്നത് മുഅല്ലിമൻ, ഒരു അധ്യാപകനായിട്ടാണ്, മുയസ്സിറൻ, ആളുകൾക്ക് വിഷയങ്ങളെ എളുപ്പമാക്കി കൊടുക്കുന്ന ഒരു അധ്യാപകനായിട്ടാണ് എന്നെ അല്ലാഹു നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ പ്രവാചകൻ തന്റെ വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തിയിരുന്ന രംഗം ഏറെ ശ്രദ്ധേയമായി കാണാം. പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സാഹിർ റളിയല്ലാഹു അൻഹു, ഒരു ചെറിയ ബാലനാണ്, കുട്ടിയാണ്, ശരീരത്തിൽ വൈരൂപ്യമുള്ള വികൃതമായ മുഖമുള്ള ഒരു സ്വഹാബി വ്യക്തി, നിഷ്കളങ്കനാണ് സാഹിർ റളിയല്ലാഹു അൻഹു. റസൂൽ ഒരിക്കൽ ഈ കുട്ടിയെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ബാക്കിയുള്ള കുട്ടികളുടെ ഇടയിൽ നിന്ന് റസൂൽ തമാശ പറയാണ്. റസൂൽ പറഞ്ഞു, എന്റെ ഈ അബ്ദിനെ, ഈ അടിമയെ വാങ്ങാൻ ആരാണുള്ളത്? ആരാണ് ഇവരെ വാങ്ങുക? റസൂലുള്ള ബാക്കി കുട്ടികൾക്കിടയിൽ നിന്ന് തമാശ രൂപേണ ചോദിച്ചതാണ്. ഇത് ചോദിച്ചപ്പോ സാഹിർ പറഞ്ഞു, റസൂലെ, ഞാൻ വിരൂപ മുഖമുള്ളവനാണ്, എന്നെ കാണാൻ വലിയ മൊഞ്ചൊന്നുമില്ല, കാണാൻ വലിയ രസമൊന്നുമില്ല, എന്നെ ആര് വാങ്ങാനാ റസൂലെ? റസൂലെ, താങ്കളെങ്ങാനും എന്നെ ഒഴിവാക്കിയാൽ എന്നെ വാങ്ങാൻ ആരും ഉണ്ടാവൂല എന്ന് ഈ കുട്ടി സങ്കടം പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി പ്രവാചകന്റെ മുഖം മാറി, റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. ഈ കുട്ടിയെ സാഹിറിന്റെ റസൂൽ ചേർത്ത് നിർത്തി, നീ അള്ളാന്റെ അടുക്കൽ നീ ഏറെ വിലമതിക്കുന്നവനാണ് സാഹിർ എന്ന് പറഞ്ഞ് തന്റെ കുട്ടിയെ, തന്റെ അടുക്കലുള്ള വിദ്യാർത്ഥിയെ റസൂലുള്ളാഹി ചേർത്ത് നിർത്തിയ ഇതേ രൂപത്തിൽ റസൂലുള്ളാഹിന്റെ ഓരോ പഠിപ്പിക്കുന്ന രംഗവും. ഒരിക്കൽ യാത്രയിലാണ് റസൂൽ സ്വഹാബത്തിനെ അങ്ങനെ വട്ടത്തിലിരുത്തി, സ്വഹാബ നിങ്ങൾ ഒരുമിച്ചിരിക്കൂ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്നിട്ട് തന്റെ കൈയിന്റെ ചൂണ്ടുവിരൽ കൊണ്ട് മണലിൽ റസൂൽ നേരെ ഒരു വര വരച്ചു. അതിൽ നിന്ന് ഒരുപാട് ശാഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ചു. എന്ന് റസൂൽ സ്വഹാബത്തിനോട് ചോദിക്കാൻ, തന്റെ വിദ്യാർത്ഥികളോട് റസൂലിനോട് ചോദിക്കാൻ, ഇതെന്താണെന്ന് അറിയാമോ? ഈ നേരെയുള്ള വര ഏതാണെന്ന് അറിയാമോ? ഇവിടെ നിന്നുള്ള ശാഖകൾ ഏതാണെന്ന് അറിയാമോ?
എന്ന് ചൂണ്ടിക്കാണിച്ചു നോക്കുകയാണ്. നമ്മുടെ ഒരു ഉസ്താദ്, ഒരു അധ്യാപകൻ ബോർഡിൽ വരച്ചു കാണിക്കുന്ന പോലെ മണലിൽ തന്റെ കൈ കൊണ്ട് വരച്ച് വിദ്യാർത്ഥികളോടുള്ള ചോദ്യം. അപ്പോൾ അവരുടെ മറുപടി അള്ളാഹു റസൂലുമായാലും അവന്റെ റസൂലിനാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ. റസൂൽ വിശദീകരിച്ചു, ഈ നേരുള്ള പാതയാണ് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദീനിനെ സ്വീകരിച്ച്, സംസ്കാരത്തെ സ്വീകരിച്ച്, ആദർശത്തെ സ്വീകരിച്ച് നേരായി പോയാൽ സിറാത്തുൽ മുസ്തഖീം നിങ്ങൾക്ക് വിജയിക്കാൻ. അതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയാൽ നിങ്ങൾ അപകടത്തിലേക്കായി പോകുമെന്ന് റസൂലുള്ളാഹി കൃത്യമായി സന്ദർഭം അനുസരിച്ച് വിശദീകരിച്ചു കൊടുത്തു. ഇതേ രൂപത്തിൽ തന്റെ അധ്യാപകരുടെ കൂടെ, തന്റെ വിദ്യാർത്ഥികളുടെ കൂടെ ഒരു യാത്രയിൽ മഹാനായ ജാബർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു ചത്ത ആട്, ജഡമായ ആട് കിടക്കുന്നുണ്ട്. പ്രവാചകൻ അതിന്റെ ചെവി ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങളിൽ ആർ ഈ ആടിനെ, ഈ ജഡത്തെ എന്നിൽ നിന്ന് വാങ്ങും? ആര് വാങ്ങും എന്ന് റസൂലുള്ളാഹി ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ സ്വഹാബ പറഞ്ഞു, റസൂലെ, ഞങ്ങൾക്ക് വേണ്ടത്, കാരണം ചത്ത ആടാണ്, അതിന് ദീനാറ് പൈസ കൊടുത്ത് വാങ്ങാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ആഗ്രഹമില്ല. ആ സന്ദർഭത്തിൽ പ്രവാചകൻ ആ സന്ദർഭത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തി. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണോ ഈ ജഡമായ ഈ ആട്ടിൻകുഞ്ഞിനെ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത്, ഈ ജഡത്തെ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത്, ഇത് ഈ രൂപത്തിലാണ് പടച്ചറപ്പ് ദുനിയാവിനെ കാണുന്നത്. ദുനിയാവ് കേവലം ഒരു ജഡം മാത്രമാണ്. നാളെ പരലോകത്ത് ഇവിടുത്തെ സുഖാഡംബരങ്ങളൊന്നും നിങ്ങൾക്ക് അവിടെ ഉപകരിക്കൂല ഈ ദീനല്ലാതെ എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന രംഗം കാണാം. ഇതേ രൂപത്തിൽ റസൂലുള്ളാഹിന്റെ ഉപദേശം, തങ്ങളുടെ ഉപദേശം, റസൂലുള്ളാഹിന്റെ നസീഹത്ത്, ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥിയെ ഉപദേശിക്കുന്ന രംഗം. മദീനത്തെ പള്ളിയിൽ വലിയൊരു ജമാഅത്ത് ഇറക്കാൻ. അപ്പോഴാണ് ഒരു സ്വഹാബി നേരെ ഓടി വന്നപ്പോ ജമാഅത്ത് റുക്കൂലെത്തിയിട്ടുണ്ട്. അപ്പൊ റുക്കൂ പോയാൽ നിസ്കാരം പോയി, റക്അത്ത് പോലും. ഈ സ്വഹാബി വരുന്നത് എന്ത് ചെയ്തു, നേരെ മദീനത്തെ പള്ളിയുടെ വാതിൽക്ക് തന്നെ മൂപ്പര് കവാടത്ത് തന്നെ റുക്കുവാണ് ചെയ്തു. എന്നിട്ട് റുക്കൂലായിക്കൊണ്ട് നിസ്കാരത്തിലാണ് കയറി. നമ്മൾ പണ്ട് സാധാരണ ഒരു കഥ പറയുന്നുണ്ട്, ഒരു നാട്ടിലെ ഒരു മനുഷ്യൻ ഓടി വന്നു പള്ളിക്കൽ. അപ്പോൾ നിസ്കാരം അത്തയ്യാത്തിലെത്തിയിട്ടുണ്ട്. മൂപ്പര് പോയി അത്തയ്യാത്തിലൊക്കെ ഇരുന്ന് സലാം കിട്ടി അടുത്തുള്ള ആളോട് പറഞ്ഞു, പോലും ഒതു എടുക്കാൻ തോന്നുന്നെങ്കിൽ അത്തയ്യാത്ത് പോലും കിട്ടൂലേനോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കോലത്തിൽ ഈ സ്വഹാബി റുക്കൂ ചെയ്തുകൊണ്ട് നിസ്കാരത്തിൽ കയറി. നിസ്കാരം കഴിഞ്ഞപ്പോ സ്വഹാബത്ത് പറഞ്ഞു, റസൂലെ മൂപ്പര് ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ വിളിച്ചു വരുത്തിന. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഉപദേശം, അധ്യാപകൻ തന്റെ വിദ്യാർത്ഥിയെ ഉപദേശിക്കുന്നത്, അതാണ് ശ്രദ്ധേയം. റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹു നിന്റെ ആവേശത്തിന് പ്രതിഫലം നൽകട്ടെ, എന്നാൽ ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പ്രവാചകൻ ഏറെ സുന്ദരമായി തന്റെ ആ വിദ്യാർത്ഥിയുടെ മനം നോവാതെ ഏറെ വിശാലമായ രൂപത്തിൽ ചേർത്ത് നിർത്തി പ്രവാചകൻ ആ വിഷയം അവിടെ പഠിപ്പിച്ചു കൊടുത്തു. ഈ രൂപത്തിൽ പ്രവാചക ജീവിതത്തിൽ നിന്ന് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് വലിയ മാതൃകകൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് എന്ന ആത്മാർത്ഥമായ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന് വളരെ ഗൗരവത്തിൽ സൂചിപ്പിക്കുന്നു. അധ്യാപക മേഖല വികലമാക്കപ്പെടുന്ന, മതത്താൽ, വർണ്ണത്താൽ, വർഗീയതയാൽ വികലമാക്കപ്പെടുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ തന്റെ കൂടെയുള്ളവരെ ചേർത്ത് നിർത്തിയ മഹിതമായ ചരിത്രങ്ങളിൽ നിന്ന് മാതൃകകൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഏറ്റവും നല്ല അധ്യാപകനാവാൻ, റസൂലുള്ളാഹിനെ അനുസരിച്ച് റസൂലുള്ളാഹിയിൽ നിന്ന് മാതൃകകൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും നല്ല വിദ്യാർത്ഥികളാകാൻ പ്രിയമുള്ള മക്കളെ നമുക്ക് കഴിയണമെന്ന് അറിയിക്കുന്ന അല്ലാഹു അവന്റെ ശ്രേഷ്ഠരായ ഉന്നതരായ അടിമകളിൽ നമ്മ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ കൂടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, വയനാട്ടിൽ നിന്ന് ബഹുമാനനായ അബ്ദുൽ അസീസ് സാഹിബ്, അദ്ദേഹം ഒരു മദ്രസ അധ്യാപകനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ 16 വർഷമായി കാലിന് തളർച്ച ബാധിച്ച് വളരെ പ്രയാസപ്പെട്ട അവസ്ഥയിൽ ആണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മയും ഭാര്യയും മക്കളുള്ള ഒരു കുടുംബം അദ്ദേഹത്തിനുണ്ട്. കടവുമായി ബന്ധപ്പെട്ട് ചില കടബാധ്യതകളുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ആത്മാർത്ഥമായി അദ്ദേഹത്തിന്റെ ആ പ്രയാസത്തെ ദൂരീകരിക്കാൻ അദ്ദേഹവുമായി ചേർന്ന് നിൽക്കണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ പള്ളിയിലുണ്ട്. നിസ്കാരത്തിന് ശേഷം നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഖ്യ ആത്മാർത്ഥമായി അദ്ദേഹത്തിന് നൽകണമെന്ന് അറിയിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ച രൂപത്തിൽ നിങ്ങൾ പിടിച്ചു വെച്ചതല്ല നിങ്ങളെ സമ്പത്ത്. നിങ്ങളടുത്ത് ഇപ്പോഴുള്ള സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് അനന്തരാവകാശിയുടെ സമ്പത്താണ്. നിങ്ങൾ എന്താണോ കൊടുത്തത് അതാണ് നിങ്ങളെ സമ്പത്ത് എന്ന് റസൂൽ പഠിപ്പിച്ച രൂപത്തിൽ ഈ ദുനിയാവിൽ, ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നമ്മൾ കൊടുത്തത് മാത്രമേ